എല്ലാവർക്കും നമസ്കാരം. ഞാൻ അജയ് രവി. എൻ്റെ ആദ്യ സിനിമ ചിലപ്പോൾ പെൺകുട്ടി. പ്രസാദ് നൂർനാട് സംവിധാനം, സുനീഷ് ചുനക്കര നിർമ്മാണം. അതിലേക്ക് എന്നെ സംഗീത സംവിധായകനായി തീരുമാനിച്ച് പ്രസാദ് എന്നോട് 5 പാട്ടിൻ്റെ സിറ്റുവേഷൻ പറയുകയുണ്ടായി. അതിൽ ഒന്നാമത്തെ പാട്ടിനെക്കുറിച്ചാണ് ഇന്ന് എൻ്റെ സുഹൃത്തുക്കളോട് ഞാൻ സംസാരിക്കുന്നത്. 2 കൂട്ടുകാർ തമ്മിലുള്ള സൗഹൃദം, 2 പെൺകുട്ടികൾ തമ്മിലുള്ള സൗഹൃദം, അതിനെ ഒരു പാട്ട് രൂപത്തിലാക്കണം. അപ്പോൾ പ്രസാദും സുനീഷും കൂടെ എറണാകുളത്തു നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന യാത്രാവേളയിൽ ഇവിടെ കയറും. അപ്പോഴത്തേക്ക് ട്യൂൺ കേൾപ്പിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ട്യൂൺ ഇട്ടു. ലല്ലാ ലല്ലാ ലാ 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 ലല്ലാ ലല്ലാ ലാ 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 ലാ. ട്യൂൺ കേട്ട് കഴിഞ്ഞപ്പോൾ പ്രസാദിന് ഗംഭീരമായിട്ട് ഇഷ്ടമായി, സുനീഷിനും ഇഷ്ടമായി. ഇതാരെഴുതും എന്നായി. അപ്പോൾ ഞാൻ പറഞ്ഞു, രാജീവ് ആലങ്കലിനെ കൊണ്ട് നമുക്ക് എഴുതിപ്പിക്കാം. അങ്ങനെ രാജീവ് ആലങ്കൽ വരി എഴുതി. ചങ്ങാതിക്കാറ്റേ ഇടവഴി അരികിൽ കാത്തു നിൽക്കാമോ. ആ ഗാനം അർച്ചന വി പ്രകാശ് അതിമനോഹരമായി പാടിത്തന്നു. ഇന്നും എന്നെ ഫോണിൽ വിളിക്കുന്നവർക്ക് അറിയാം, എൻ്റെ റിംഗ് ടോൺ അതാണ്, ആ പാട്ടാണ്. എല്ലാവരും ചോദിക്കും എന്താ ഇതുവരെ മാറ്റാഞ്ഞെന്ന്. അതങ്ങനെ അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. ആ പാട്ട് നിങ്ങൾക്കായി. ചങ്ങാതിക്കാറ്റേ ഇടവഴിയരികിൽ കാത്തു നിൽക്കാമോ, ചുമ്മാതെ കാതിൽ കടങ്കഥ പറയാൻ കൂട്ടുകൂടാമോ, ഇഞ്ചവടിത്താളിനുള്ളിൽ കൊഞ്ചിടുന്ന അക്കങ്ങളെ എടുത്തുയർത്തി കളിക്കു ചേർക്കാം, വള്ളിക്കാവിനടിയിൽ തുള്ളിത്തൂവും മഴയിൽ നനയണം, അതിനായി ഒരുങ്ങി വായ